ഹാപ്പി വിഷു. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നാട്ടിൽ എല്ലാവരും വിഷു ആഘോഷിക്കല്ലേ. അപ്പോൾ ഞങ്ങളിവിടെ നിന്നൊരു ചെറിയൊരു സദ്യ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാൻ ആർക്കും പറ്റില്ല, ആർക്കും അറിയില്ല. അപ്പോൾ ആ കാരണം ഞാനിപ്പോൾ ലുലുവിൽ വന്നേക്കാണ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, സദ്യ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് നോക്കട്ടെ പോയിട്ട്, എന്തൊക്കെയാണ് ഐറ്റംസുകൾ ഉള്ളതെന്നുള്ളത്. ഇത് ലുലുവിൻ്റെ ഉള്ളിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ള കേട്ടോ. ഇതാണ് സദ്യ കൊടുക്കണ സെക്ഷൻ. അപ്പോൾ ഇത് പായസങ്ങളായിരിക്കണത്. അപ്പോൾ ഇതിൽ പാലട, പിന്നെ പാൽപ്പായസം, അതുപോലെ തന്നെ ഗോതമ്പ് പായസം, പിന്നെ പാൽപ്പായസം, പരിപ്പ്, പിന്നെ അതുപോലെ ജാക്ക് ഫ്രൂട്ട്, സേമിയം, പിന്നെ കടല പായസം, ഡേറ്റ്സ്, അതുപോലെ കുറേ വെറൈറ്റി പായസങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ഈ സെക്ഷനിൽ വരുന്നത് ചോറും പിന്നെ കറികളൊക്കെയാണ് വരുന്നത് ഈ സെക്ഷനിൽ വരുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ വരുന്നത് 2 ടൈപ്പ് ചോറ്, പിന്നെ സാമ്പാർ, അവിയൽ, കൂട്ടുകറി, അതുപോലെ തന്നെ മറ്റേ എന്താ പറയുക, കാബേജ്, ഓലൻ, ബീട്രൂട്ട്, പിന്നെ ഇത് കാളൻ, പിന്നെ കിച്ചടി, അങ്ങനത്തെ സംഭവങ്ങളാണ് ഈ സെക്ഷനിൽ വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പായസം വാങ്ങിച്ചത്, അതായത് എനിക്ക് ഞങ്ങൾക്കായിട്ട് 1 ലിറ്റർ പരിപ്പ് പായസവും പിന്നെ ഒരു 1/2 ലിറ്റർ ഗോതമ്പ് പായസമാണ് ഞാൻ ഞങ്ങൾക്കായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. ഈ 2 പായസമാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ വാങ്ങിച്ചത് കറികളാണ് വാങ്ങിച്ചിട്ടുള്ളത്. ചോറ്, റൈസ് ഞാൻ പിന്നെ വാങ്ങിച്ചില്ല, കാരണം റൈസ് ഓൾറെഡി നമ്മുടെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇത് വലിയ ഏരിയയാണ്, അപ്പോൾ അവിടെ എല്ലാവരും അത് കഴിക്കണമെന്നില്ല. അപ്പോൾ ആ കാരണം ഞാൻ കറികൾ മാത്രമാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ വാങ്ങിച്ച കറികളെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പാർ, അവിയൽ, കാളൻ, കൂട്ടുകറി, എൽശ്ശേരി, പിന്നെ അതേപോലെ തന്നെ കാബേജ് തോരൻ, ഇത്രയും കറികളാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്ര കറികളാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഈ പായസത്തിനും അതുപോലെ തന്നെ കറികൾക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഇന്നിവിടെ എനിക്ക് തോന്നുന്നത് കൂടുതൽ അവർ പച്ചക്കറി തന്നെയാണ് അവർ വെച്ചിട്ടുള്ളത്. സാധാരണ നോണും എല്ലാതും മിക്സായിട്ട് ബിരിയാണി അതുപോലെ സംഭവങ്ങൾ വെക്കാറുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ഈ കൗണ്ടർ സെപ്പറേറ്റാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വെജിറ്റബിൾ കറികളും പായസം അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റുള്ളത് വളരെ കുറച്ചാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് അത്യാവശ്യം പൈസ ഉണ്ട് നന്നായിട്ട്. അതുപോലെ തന്നെ വാങ്ങിക്കാനും നല്ല കുറേ ആൾക്കാരുണ്ട്, അത്യാവശ്യം നല്ല തിരക്കുണ്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ലുലുവിൻ്റെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടെങ്കിലും അവിടെ അത് അത്രയ്ക്ക് ഇതിൻ്റെ അത്ര വലിയ സൂപ്പർ മാർക്കറ്റ് അല്ല. അപ്പോൾ നമ്മളത് മുൻകൂട്ടിയിട്ട് ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആ കാരണം ഞങ്ങളുടെ തൊട്ടടുത്തുനിന്ന് വാങ്ങിച്ചില്ല. ഞാൻ ഇവിടെ വന്നിട്ടാണ്, കാരണം ഇവിടെ വരുമ്പോൾ നമുക്ക് നേരിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കി സെലക്ട് ചെയ്ത് നമുക്കത് നോക്കിയിട്ട് വാങ്ങിക്കാം. അപ്പോൾ ആ കാരണം ഞാനിവിടെ വന്നിട്ടാണ് ഈ ഐറ്റംസുകളൊക്കെയും വാങ്ങിച്ചത്. എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കഴിഞ്ഞു. ഇവിടെ ഞാൻ ഒരു ഇല എടുത്തിട്ടുണ്ട്, 5 എണ്ണം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഒരു പാക്കറ്റ് ഞാൻ എടുത്തു. ഇത് ലുലുവിൽ വെച്ചിട്ടുള്ള വിഷുക്കണിയാണ് കേട്ടോ. വലിയൊരു ഉരുളി പോലത്തെ ഒരു ഇതിലാണ് വെച്ചിട്ടുള്ളത്. കാണാൻ നല്ല രസമുണ്ട്. കുറേ ഫ്രൂട്ട്സും അതുപോലെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു വിഷുക്കണി. ഇതൊക്കെയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ള കറികളും, പിന്നെ പായസം, പിന്നെ സാലഡ് ഞങ്ങളിവിടെ ഉണ്ടാക്കി, പിന്നെ റൈസും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ഇതാണ് ഞങ്ങളുടെ വിഷു സദ്യ.
പപ്പടം പുറത്തോടുന്നുണ്ട് വെച്ചോ വെച്ചോ. അപ്പം എല്ലാ സാധനങ്ങളും ആയി. സൈഡിലേക്ക് പ്രവാസികളുടെ വിഷു. പാട്ടിലൂടെ ഞങ്ങള് തുടങ്ങാറുള്ള ഫുഡ് അടി തുടങ്ങിയോ. കണി കാണും നേരം കമലാനേത്രന്റെ കടമേടും മഞ്ഞത്തുതു ചാത്തി കളകിങ്ങി പലകൾ അങ്ങു കാണേണ്ടം ഭഗവാനേ. കണി കാണും നേരം കമലാനേത്രന്റെ കടമേടും മഞ്ഞത്തുതു ചാത്തി കളകിങ്ങി